package. Here he is, Badshah.
ബാദുഷാ ഒരു കുട്ടി ബോംബ് തന്നെയാട്ടോ. എന്തൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. പാട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണ്ടേ? തീർച്ചയായിട്ടും. ഫൈസൽ സാറിനോട് ചോദിച്ചാലോ? ഓക്കെ സർ. ബാദുഷാക്ക് ഈ പാട്ട് എവിടെ നിന്നാ കിട്ടിയത്? ഡിസ്ക് എടുത്തതാണ്. കിട്ടിയതാണ്. ആര് പാടിയാന്നറിയില്ലേ? ദാസേട്ടൻ. ആ, ഈ പാട്ട് പലപ്പോഴും ദാസേട്ടൻ പാടിയത് നമ്മളൊക്കെ കേട്ടിട്ട് എനിക്കിത് ആരെങ്കിലും പാടിയെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. നമ്മുടെ താജുക്ക അറിയില്ലേ? താജുദ്ദീൻ വടകര, അദ്ദേഹത്തിന്റെ പിതാവ് എം കുഞ്ഞുമുസക്കയാണ് ഇത് ചിട്ടപ്പെടുത്തിയത്. ഈ പാട്ട് കേട്ടാലറിയാം, കുഞ്ഞുമുസക്കയുടെ പാട്ട് കേൾക്കുന്നത് പെട്ടെന്ന് എളുപ്പം മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ. അതിലൊക്കെ ഈ ദാസേട്ടന്റെ ഒരു പാട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബാദുഷയുടെ ധൈര്യത്തെയാണ് ഞാനിവിടെ അഭിനന്ദിക്കുന്നത്. മാപ്പിളപ്പാട്ട് ഒരു പ്രത്യേക പ്രദേശത്തോ ഒരു പ്രത്യേക സമൂഹത്തിന്റെയോ ഇടയിൽ ഒതുങ്ങി നിന്ന കാലഘട്ടത്തിൽ അതിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നത്, മൊത്തം കേരളത്തിലെ ജനങ്ങൾ ഇതിനെ ആസ്വദിക്കാൻ തുടങ്ങിയത് ദാസേട്ടനും ചിത്രേച്ചിയും ഒക്കെ പാടിയപ്പോഴാണ്. ബാദുഷാ, നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. ബാദുഷാന്റെ ഫേവറേറ്റ് ജഡ്ജ് ആരാ? രഹ്ന മാം. ബാദുക്കുട്ടി, ബാദു മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ പാടിയത്. ഇതിങ്ങനെ ഓരോ പാട്ടിങ്ങനെ എന്താ പറയാ കിഡിലാക്കി കൊണ്ടുവരാണെന്നല്ലേ. കാരണം ഇത് അത്രയും ടഫായിട്ടുള്ള പാട്ടാണ്. കുഞ്ഞുമൂസക്കാന്റെ ഒരു സ്റ്റൈൽ തന്നെ, ഒരു ആ സിംഗിങ് ഒരു വേറെയാണ്. എന്താണ് ആ സ്റ്റൈല്! പിന്നെ നല്ല ഫീലാണ്. അടിപൊളി തന്നെയാ. താങ്ക് യു. ഷാൻ സർ. ബാദുഷ എന്ന് പറയണോ ബാദു എന്ന് പറയണോ? വീട്ടിൽ നിന്ന് എന്താ വിളിക്ക? ബിനു. ബിനു. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ ഒരു പരിപാടിക്ക് വേണ്ടി തൽക്കാലം ഞാനിപ്പോ ബാദുഷ തന്നെ പറയാം. അപ്പം ബാദുഷ, എനിക്ക് പറയാൻ ഒന്നുമില്ല, ഞാനൊന്ന് അങ്ങോട്ട് വരാം. ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്, ബാദുഷയും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. ആ ഷൂസ് കൂടി വെള്ളയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഷൂസ് കൂടി വെള്ളയായിരുന്നെങ്കിൽ മൊത്തത്തിലൊരു കളർ കോമ്പിനേഷൻ വർക്ക്ഔട്ട് ആവുമായിരുന്നു. എന്തായാലും മാഷാഅല്ലാ, സൂപ്പർ. താങ്ക് യു. ഫൈസൽ സർ. പാട്ട് വിചാരിച്ചതുപോലൊക്കെ പാടാൻ കഴിഞ്ഞെന്ന് തോന്നിയോ? തീർച്ചയായിട്ടും. വിചാരിച്ച തോന്നിയില്ലേ? തോന്നിയില്ലേ? തോന്നി. എനിക്ക് മോൻ പാടപ്പോ ഒരു ചില പ്രത്യേക സ്ഥലത്തൊരു സൗന്ദര്യം തോന്നി. ഇപ്പൊ ആ ചുടു ചോര എന്നുള്ള വരി ഒന്ന് വെറുതെ പാടിയാൽ മതി. ചുടു ചോരക്കളം ചുടുചോര പ്രവാഹത്തിൽ ജ്വലിക്കും പോർക്കളം കണ്ട് ചുവപ്പോട് വെളുപ്പ് ചേർന്നഴക് കണ്ട്. അത് മതി. എനിക്ക് ആ അഴക് എന്ന് പറയുന്നത് പാടുന്ന ആ വാക്കിൽ തന്നെ അതിന്റെ അഴകുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ബാദുഷാ, നല്ല കമന്റ്സ് അല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ. നമുക്ക് മാർക്സും നല്ല കമന്റ്സ് പോലെ തന്നെ ഉണ്ടാവുമെന്ന് നോക്കാം. ഓക്കെ ഷാൻ സർ, ഔട്ട് ഓഫ് 30. ബാദുഷ, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ബാദുഷ ഈ ഒരു രീതിയിലുള്ള ഒരു കൺസിസ്റ്റന്റ് നല്ലൊരു പെർഫോമൻസ് തരുവാണെങ്കിൽ ഞാൻ ബാദുഷന്റെ ഒരു ടോപ്പ് 4 ഞാൻ കാണുന്നുണ്ട്. അപ്പം എന്തായാലും എന്റെ മാർക്സ് എന്ന് പറയുന്നത് 30-ൽ 25. 25. ഫൈസൽ സർ. ബാദുഷ എന്ന് പറഞ്ഞാല് രാജാവ് അധിപൻ എന്നൊക്കെ പറയാറുണ്ട്. സുലൈമാൻ നബിയെ കുറിച്ച് ബാദുഷാ സുലൈമാൻ എന്ന് പറയാറുണ്ട്. പാട്ടിന്റെ ബാദുഷയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് 25 മാർക്ക്. 25. രഹ്ന മാം. ബാദു, ഈ ഒരു സ്റ്റൈലുള്ള ഒരു ആക്ഷൻ ഒക്കെ ചെയ്യുമ്പോ മിമിക്രി വല്ലതും വശമുണ്ടോ കയ്യില്? ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒക്കെ തോന്നി. ആ ഇടയ്ക്കിടയ്ക്കുള്ള മാറ്റുള്ള നൃത്തം, ഓരോരുത്തർ ഓരോട് പറയുമ്പോഴുള്ള ആ സ്റ്റൈൽ മാറ്റലൊക്കെ കണ്ടപ്പോ ഇനിയിപ്പൊ പറയാൻ പറ്റില്ലല്ലോ, കൊച്ചാളല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വേറെയും എക്സ്ട്രാ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. ഇല്ല, അതൊന്നും അങ്ങനത്തെ ഒന്നും ചെയ്യില്ല അല്ലെ? അങ്ങനൊന്നുമില്ല. ഉണ്ട്, ചെറുതായിട്ട്. കണ്ടാ, അതാണ്. അത് നമുക്കിനി ഒരു ദിവസം ഒന്ന് കാണിക്കണം കേട്ടോ. എന്തെങ്കിലും 2 ഐറ്റം ഒക്കെ ഒന്ന് കാണിക്കണം. മാർക്സ് തരട്ടെ? ഇപ്പൊ കിട്ടുമെന്നുള്ള ഒരു ഇതില. 26. താങ്ക് യു. 26. ബാദുഷാ, ടോട്ടൽ മാർക്സ്
76 ഔട്ട് ഓഫ് 90. താങ്ക് യു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നെക്സ്റ്റ് എന്താ? ഹിഡൻ മാർക്ക്. ഹിഡൻ മാർക്സ്. ജഡ്ജസ് റെഡി അല്ലേ? ആദുഷ, നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല മാർക്സാ കിട്ടിയിരിക്കുന്നത്. ഷാൻജി സ്റ്റേജിലേക്ക് വന്ന് ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നെക്സ്റ്റ് ടൈം ഇതേപോലെ തന്നെ നന്നായി ഈ സ്റ്റൈലിൽ പാടും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.